അത് കേട്ടതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കയറി വന്നതാ. എടാടാ, എനിക്ക് പകരം ഇവളെ പ്രതിഷ്ഠിച്ച് കമ്പനി ഇപ്പൊ നടത്തുന്നതിനേക്കാൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പകരം പ്രതിഷ്ഠിച്ചാലേ അത് നടക്കും. ഒരിക്കലും നടക്കില്ലടാ. പത്മ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം പത്മയുടെ സ്ഥാനത്ത് ഇനി വേറെ ഒരാളെ ഉണ്ടാക്കിയെടുക്കാൻ നിന്നെ കൊണ്ട് നടക്കില്ല. കാരണം എന്താന്നോ, എന്റെ അധ്വാനവും എന്റെ വിയർപ്പും ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ പ്രവർത്തിച്ച രീതിയും നിനക്കറിയാം. അച്ഛനായാലും മോനായാലും പത്മയുടെ വേഗതയും തന്ത്രവും കണ്ട് കണ്ണു മഞ്ഞളിച്ച് നിന്നിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ 1 month ഞാൻ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്ത് മാറിയേക്കാം. നിൽക്കുന്നതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വയ്ക്കാൻ നിനക്കോ നീ കൊണ്ടുവന്ന ഇവൾക്കോ സാധിക്കും? പറ്റില്ല. നീ പകല് കിടന്ന് അധ്വാനിച്ചാലും ഇവളിങ്ങനെ തല കുത്തി മറിഞ്ഞു നിന്നാ പോലും പത്മയുടെ സാന്നിധ്യത്തിന് പകരമാവാൻ പറ്റില്ല. കമ്പനിയിൽ ഇതുവരെ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളുടെ റിപ്പോർട്ടേ നീ ഒന്ന് പരിശോധിച്ച് ആദ്യം നോക്ക്. അപ്പോ നിനക്ക് മനസ്സിലാവും പത്മ മാത്രമാണ് നമ്മുടെ കമ്പനിയിലെ ഓരോ മൈൽ സ്റ്റോണും പിന്നിട്ടിരിക്കുന്നതെന്ന്. ഇതിപ്പോ മമ്മി നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും അല്ലല്ലോ. നിന്റെ ഫ്രണ്ട്സ്, നമ്മുടെ കസിൻസ്, നമ്മുടെ കുടുംബാംഗങ്ങള് എല്ലാവരും ആവർത്തിച്ച് പറയുന്നതല്ലേ. ആന്റിയെ പോലെ ഒരു ജന്മം കിട്ടാൻ കൊതിക്കാത്ത ഏത് പെണ്ണുങ്ങളുണ്ടല്ലയ്യ, അവരത് രഹസ്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കില്ല. പലരും പലവട്ടം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആന്റിയുടെ ജന്മം ഗംഭീര ജന്മം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അതെ, അനുകരിക്കുന്നവരും ഉണ്ട്, അതിൽ അസൂയപ്പെടുന്നവരും ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നം. സ്വന്തം കഴിവുകളുടെ പേരിൽ ഇവരെപ്പ അഹങ്കരിക്കാൻ തുടങ്ങിയോ അപ്പ മുതല് ആ കഴിവുകളെല്ലാം തിരിച്ചടിക്കാൻ തുടങ്ങി. മനസ്സിലായോ? പിന്നെ ഒരു മാസം പത്മാമയുടെ ഒന്ന് മാറി നിന്നാൽ പത്മ ഇൻഡസ്ട്രീസിൽ പ്രളയം വരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതെ, വെറും തോന്നല. ചങ്കുറ്റം ഉണ്ടെങ്കിലേ 1 or 2 മാസം ഒന്ന് മാറി നിൽക്കേ. നിങ്ങളുണ്ടായിരുന്നപ്പോ കമ്പനി എവിടെ നിന്നിരുന്നോ അതിനേക്കാളും 2 സ്റ്റെപ്പ് മുകളിൽ കമ്പനിയെ എത്തിക്കാൻ എനിക്കറിയാം. ഐ ആം സൂര്യ. സർ, വേണ്ട സർ. എടീ, തടയണ്ട. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കല്ലേ, നടക്കട്ടെ. നിന്നെയും ചേർത്ത് പിടിച്ച് അവന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൻ പ്രൂവ് ചെയ്യട്ടെ. പക്ഷേ സുദേവന്റെ മകളുടെ ബുദ്ധി സാമർഥ്യം കാണിക്കേണ്ടത് എന്റെ ഓഫീസിലല്ല. നീയും നിന്റെ അച്ഛനും അനുജിത്തിമാരും മുത്തശ്ശിമാരും ഒക്കെ വേല ചെയ്യുന്ന ഏതെങ്കിലും ഒരു തെങ്ങിന്റെ മൂട്ടില. എന്റെ കമ്പനിക്കകത്ത് നീ നിന്റെ അഭിപ്രായം ഇട്ട് വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം. അയ്യോ, ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ എല്ലാ കുഴപ്പങ്ങളും അവസാനം എന്റെ തലയിൽ വരുമെന്ന്. ഞാൻ പറഞ്ഞതല്ലേ. ഓ, എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. സാർ നോക്കിക്കോ, ഒരു ദിവസം സാറ് രാവിലെ എഴുന്നേക്കുമ്പോ ഇവരെല്ലാരും കൂടി എന്നെ കൊന്നിട്ടിട്ടുണ്ടാവും ഇവിടെ. അതെ, അവർ തന്നെ കൊല്ലൊന്നും വേണ്ട,
കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി